ആസ് എ ജേർണലിസ്റ്റ് നമ്മൾ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് നമ്മുടെ അഭിപ്രായമാണ് എന്ന് രേഖപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് റിപ്പോർട്ടിംഗ് മാത്രമാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇത് തമ്മിലുള്ള യാതൊരു വ്യത്യാസമില്ല. ഏതാണ് റിപ്പോർട്ടെന്നോ ഏതാണ് അഭിപ്രായമെന്നോ ഇല്ലാതാണ് ഇന്നത്തെ ട്രെൻഡ് അങ്ങനെയാണ്. ഇന്ന് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ജേർണലിസ്റ്റും ഏത് കാര്യത്തെക്കുറിച്ചും അവൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ക്രൈസിസാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ പ്രസംഗമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അയാൾ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പണി. അത് കഴിഞ്ഞിട്ട് എനിക്കെന്താ അഭിപ്രായം അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇതെൻ്റെ അഭിപ്രായമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പറയാൻ എനിക്ക് പറ്റണം. ഇപ്പം അതില്ല. ഇപ്പം ഇത് രണ്ടും കൂടെ കലർത്തിയിട്ടുള്ളൊരു ഒരു 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 ഏർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, ഇതിനെയൊക്കെ വലിയ തോതിൽ ദുർബലപ്പെടുത്തുന്നൊരു പണിയാണ് ഈ പ്രവർത്തനം. വെച്ചാൽ വളരെ എളുപ്പമാണ് ഇതിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു തീവ്ര ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തെ കലർത്തി വിടുക എന്ന് പറയുന്ന പണി വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നടക്കുക. മറ്റഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തപ്പെടില്ല. ആ ഒരു അപകടം നമ്മുടെ മുമ്പിലുണ്ട്. ആ അപകടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ റിപ്പോർട്ടിങ്ങും അഭിപ്രായവും തമ്മിൽ എന്തിനു വേർതിരിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രശ്നം ഇതാ. കാരണം ഈ അഭിപ്രായം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ അഭിപ്രായം എങ്ങനെയാണ് മിക്സ് ചെയ്യപ്പെടുക? ഏത് അഭിപ്രായമാണ് മിക്സ് ചെയ്യപ്പെടുക? ഈ ഒരു അപകടം അവിടെയുണ്ട്. ആ അപകടം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അഭിപ്രായം കൂടെ ചേർത്ത് ഈ പറയുന്ന ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ രാഷ്ട്രീയത്തിന് അനുഗുണമായ വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഉണ്ടാവില്ല. അതേസമയം ഇപ്പുറത്ത് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആവാനേ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ നമ്മൾ നിഷ്പക്ഷമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ബാലൻസ്ഡ് ആവാനേ പറ്റുള്ളൂ. ബാലൻസ്ഡായി വേറൊരു വീക്ഷണം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം ബ്രാൻഡ് ചെയ്യപ്പെടും. ഈ ഒരു അപകടം അവിടെയുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്നത് വേറെ, അഭിപ്രായം വേറെ എന്ന് വേർതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല.